നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ വ്യക്തിയായ ദിനേശ് ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം ദിനേശ് ചേട്ടൻ. ഓ നമസ്കാരം. ചേട്ടൻ എൻ്റെ ബിസിനസ്സൊക്കെ നേരത്തെ പൊട്ടി, അങ്ങനെ അതിന്ന് ചേട്ടൻ കടന്ന് സംരംഭകനായിട്ട് വളർന്നു വരികയാണ് ചെയ്തത്. ഞാനിങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ എവിടെയൊക്കെയാണ് വിഷയങ്ങളുണ്ടായത്, എന്തൊക്കെയാണ് ഇപ്പം, എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് വന്നത് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മൾ സംരംഭം എന്ന് പറയുമ്പോൾ എനിക്ക് നാടിന് നന്മ നൽകുന്ന അങ്ങനെ ഒരു സിസ്റ്റമാണ് എനിക്കുണ്ടായിരുന്നത്. മൂല്യവർദ്ധിത വസ്തു നിർമ്മിക്കുക. ഉദാഹരണം ഇപ്പം മറ്റുള്ള എല്ലാവരും ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള ആഗ്രഹക്കാരനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭക്ഷ്യവസ്തു നിർമ്മാണ വിതരണമാണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് ഏതൊക്കെ ഇതാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്? മെയിനായിട്ട് നെല്ല് കുത്തരിയാണ് നമ്മൾ ചെയ്തത്. അതായത് ഞാൻ അതിലേക്ക് എത്താൻ കാരണം ഞാൻ ഡ്രൈവറായിരുന്നു. പിന്നെ എല്ലാ മേഖലയിലും നമ്മൾ കുറേ പ്രവർത്തിച്ച ആളാണ്. ഹോട്ടൽ, അതുപോലെ കച്ചവടം, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ ശരിക്കും എല്ലാ മേഖലയിലും ചേട്ടൻ കൈ വെച്ചിരുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡ്രൈവറായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കോഴിക്കോട് പ്രശസ്തമായ ഒരു ഉജാലേൻ്റെ ഒരു ചാക്കുണ്ണി കമ്പനി എന്ന് പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു, ചാക്കുണ്ണി. അവിടെ ഞാനൊരു ഓട്ടോ ഡ്രൈവിംഗ് ആണ് ചെന്നത്. ഒരു പെട്ടി ഓട്ടോ ഓടിക്കുമ്പോൾ മെഡിമിക്സ് ഉജാലയൊക്കെ സപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ കിട്ടുന്ന ലാഭം മീൻസ് ഒരു ദിവസം നല്ല കച്ചവടം നടക്കും, കേസ് കണക്കിന് വിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ചിന്ത ഉണ്ട്, ഇത് നിർമ്മിച്ചാൽ നല്ല ലാഭം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പക്ഷെ നമുക്കന്നൊന്നും അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഞാനൊരു സാധാരണക്കാരനായ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ മാവേലിക്കരയിൽ നിന്ന് ഗോൾഡ് ജോലിക്ക് വന്ന ആളാണ് അച്ഛൻ്റെ ചെറുപ്പകാലത്ത്. പിന്നെ കോഴിക്കോട് സെറ്റായി, ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ അതിൽ അച്ഛൻ കൂലിപ്പണിയാണ്, അച്ഛന് കല്ലുകൊത്ത് തൊഴിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡ്രൈവറായി. ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചിന്ത ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരാളെ കീഴിലല്ലാതെ ഒരു ജോലി എടുക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഡ്രൈവറായപ്പോൾ നമ്മൾ കുറേ ആശുപത്രി കേസും ആംബുലൻസിലൊക്കെ ഡ്രൈവിംഗ് ചെയ്തതാണ്. അപ്പോൾ അതെ. പിന്നീട് നമ്മൾ എത്തുന്നത് തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിലെ ഒരു ഡോക്ടറെ പരിചയപ്പെടുകയും ആ സാറിൻ്റെ അടുത്തുള്ള ഒരു സെമിനാറിൽ ഞാൻ കേൾക്കാനിടയായി. അങ്ങനെ കേട്ടപ്പോഴാണ് നമ്മുടെ ലോകം ക്യാൻസർ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ വരുന്നത് എന്നുള്ളത് പറയുമ്പോൾ വരുന്നത് എന്താണ്, ഭക്ഷണത്തിലാണ്. മായം കലർന്നിട്ടും പെസ്റ്റിസൈഡ് അങ്ങനെ രാസവസ്തുക്കൾ ചേർത്തിട്ട് കഴിക്കുന്നത് കൊണ്ട് ആളുകളുടെ ആമാശയം അടിച്ചു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗം വരുന്നത്, ക്യാൻസർ അങ്ങനെ എല്ലാം വരുന്നത്. അപ്പോൾ ക്യാൻസർ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തു മഞ്ഞൾ, മല്ലി, മുളക്, ഈ 2-3 സാധനത്തിലാണ് കൂടുതൽ വിഷമുള്ളത്. പിന്നെ വെളിച്ചെണ്ണ, അങ്ങനത്തെ സാധനങ്ങളിലാണ് കൂടുതൽ മായം കലർത്തുന്നതും ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നതും. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നുള്ള രീതിക്ക് ഞാൻ തുടങ്ങിയതാണ്. ആദ്യം തന്നെ ചെയ്തത് മഞ്ഞൾപ്പൊടി നിർമ്മിച്ചപ്പോൾ പുഴുങ്ങി ഉണക്കിയ മഞ്ഞൾ നിർമ്മിച്ചപ്പോൾ അതിന് കളറ് കുറഞ്ഞ്. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അല്ല, സ്വന്തമായിട്ടല്ല, ഒരു അധ്യാപകൻ ഇതേപോലെ മഞ്ഞൾ കൃഷി ചെയ്തപ്പോൾ അവിടെ കുറേ മഞ്ഞൾ കണ്ട്. ആ മഞ്ഞൾ ഞാൻ വെറുതെ ആർക്കും വിലയില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ എന്നാൽ ഞാനതൊന്ന് പുഴുങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്തു കൊണ്ടുവന്ന് ഒരു 20 കിലോ പച്ചമഞ്ഞൾ ഉണ്ടാവും. അപ്പോൾ 20 കിലോ പച്ചമഞ്ഞൾ ഞാൻ കഴുകി പുഴുങ്ങി ഉണക്കി വെക്കുമ്പോൾ ഒരു 2-2.5 കിലോ കിട്ടി. അപ്പോൾ അതാണ് മാഷ് എനിക്ക് വെറുതെ തന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു 80 റുപ്യ 100 റുപ്യ ഈ മഞ്ഞൾപ്പൊടിക്ക് അന്ന് വിലയുള്ളൂ. അപ്പം 20 കിലോ മഞ്ഞളാണ് 2.5 കിലോയിലേക്ക് മാറുന്നത്. അപ്പം അതൊരു വലിയ കഷ്ടപ്പാടാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിന് കളറുമില്ല. അപ്പോൾ ആ മഞ്ഞൾ ഞാൻ കൊണ്ടുപോയി ഞാൻ കുടുങ്ങി. കാരണം ഞാനും എൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും കൂടി മഞ്ഞൾ തോല് പോക്കണം, മഞ്ഞ നിറത്തിലാക്കണം, അതൊന്നും നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞളിന് വലിയ വൃത്തിയില്ല, കളറുമില്ല. അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന മഞ്ഞളിൻ്റെ നിറം എനിക്ക് കിട്ടാതെ ആയപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ മുളക് ഉണ്ടാക്കാം. അങ്ങനെ മുളക് വാങ്ങിയാൻ പോയപ്പോഴും അതിൽ മുളകിലും മായമാണ്. ഏതായാലും മുളക് പൊടിയും മഞ്ഞളും മല്ലിയുമാണ് ഞാൻ ആദ്യം
ഉണ്ടാക്കിയത്. പിന്നെ നെല്ലുകുത്തരി, ഓർഗാനിക് നെല്ലുകുത്തരി തിരഞ്ഞു പോയി. ആ നെല്ലുകുത്തരി എനിക്ക് കിട്ടി. അപ്പോൾ ഈ നെല്ല് സ്വന്തമായിട്ട് കൃഷി ചെയ്താണ് ചേട്ടൻ? അങ്ങനത്തെ ആളുകളുടെ അടുത്ത് നിന്ന് ഞാൻ കണ്ടെത്തിയപ്പോൾ അവർ പറയുന്നത് നെല്ലൊന്നും കൃഷി ചെയ്തിട്ട് കാര്യമില്ല, വളം ചേർക്കാതെ മരുന്നടിക്കാതെ ഒരിക്കലും വിളവ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ജൈവമായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ജൈവമായിട്ട് ഞാൻ മാത്രം ചെയ്തത് കൊണ്ട് ജൈവമാവൂല എന്നാണ് എന്നോട് അന്നത്തെ ഒരു കൃഷിക്കാരൻ പറഞ്ഞത്. തൊട്ടടുത്തുള്ള ആളും എന്ത് വേണം, ജൈവം ചെയ്യണം. പിന്നെ മണ്ണ് തന്നെ ഒരു 3-4 വർഷം കൊണ്ടാണ് ജൈവം ആവുക. അപ്പോൾ ഞാനൊരു അന്വേഷണം നടത്തി ഇങ്ങനെ പോകുന്ന ഒരാൾ, അങ്ങനെ തെരഞ്ഞു പോകും. അപ്പോൾ എനിക്ക് ഒരാളടുത്ത് നിന്ന് കിട്ടിയത് ഒരു 60-65% ജൈവം ആയാൽ മതി നെല്ലുകുത്തരി അങ്ങനെ മതി. പിന്നെ മരുന്നടിക്കാനും പാടില്ല, ഏത് കതിരിൽ മരുന്നടിക്കരുത്. അപ്പോൾ മരുന്നടിച്ചില്ലെങ്കിൽ ഈ പിന്നെ ചെറിയ ക്ഷുദ്രജീവികളൊക്കെ വരുമല്ലോ. അപ്പോൾ അതെങ്ങനെ തരണം ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് നല്ല മഞ്ഞ കളറിലുള്ള പൂക്കൾ ഈ വരമ്പിന് ചുറ്റും കുഴിച്ചിടുക, സൂര്യകാന്തി, ചെട്ടി, മല്ലിക. അപ്പോൾ ആദ്യം ഈ പുതിയ അറിവാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ മഞ്ഞപ്പൂക്കൾ ഏത് കൃഷീൻ്റെ ചുറ്റിലും നടുക, ഇട കലർത്തിയിട്ടോ. അപ്പോൾ വയലാവുമ്പം ഈ ചെറിയ ജീവികൾ, മുഞ്ഞ പോലത്തെ ജീവികൾ വയറ് നിറയ്ക്കാനാണ് നെല്ലിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മഞ്ഞ കണ്ട് ആകർഷിച്ച് മഞ്ഞ ആ തേൻ കുടിക്കും. പിന്നെ ഇവർക്ക് നല്ലൊരു ഐഡിയോളജിയാണ് കേട്ടോ അത്. അങ്ങനെ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാനങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. അന്ന് അയാളടുത്ത് നിന്ന് അത് വാങ്ങിയെങ്കിലും അയാളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് അന്നേ നിർമ്മിച്ചാൽ മാത്രമാണ് കര കയറുക എന്ന് ഒരു സിസ്റ്റം പൊതുവേ എത്രയോ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെല്ല് അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നെല്ല് കൃഷി ചെയ്യ്, ഞാനും കൂടി കൂടാം എന്ന്. എനിക്ക് കൃഷിപ്പണിക്കൊന്നും ആവില്ല, ഞാൻ ഡ്രൈവറാണ്. അപ്പോൾ പിന്നെ എനിക്ക് ആ പണി എടുക്കണം, ഞാൻ സഹായമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നെല്ല് കൃഷി ചെയ്ത് ഇത് ഈ വിറ്റ് തരണം എന്നും എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് വിൽക്കാനൊന്നും പണിയില്ല, അതൊക്കെ നമ്മൾ നല്ല ഒരു കർക്കിടക മാസം വരുമ്പോൾ പനി വരുമ്പോൾ കഞ്ഞി കുടിക്കാൻ കൊടുക്കാം നമുക്ക്. ചോറിന് വേണ്ട, ഇപ്പം ചോറാർക്കും വേണ്ട, നെല്ലുകുത്തരീൻ്റെ ചോറാർക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മൾ നുറുക്കരിയാക്കുക, കഞ്ഞിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അത് കഞ്ഞിയിൽ എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം, മരുന്ന് കഞ്ഞി ആക്കാം. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയതാണ്, മരുന്ന് കഞ്ഞി കൊടുക്കാം. അപ്പോൾ ജീരകം, ഉലുവ ഒക്കെ ചേർത്താൽ മരുന്നായില്ലേ. അപ്പോൾ കർക്കിടക മാസത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയാളുടെ അടുത്ത് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഒരു 3 ടണ്ണ് 4 ടണ്ണ് അരി ഞാൻ വിൽക്കുന്നുണ്ട്. ശരി. അപ്പോൾ നെല്ല് എനിക്ക് കിട്ടി. ഇപ്പോഴും ഈ അരി വിൽക്കുന്നത് ഇതിനൊക്കെ കഞ്ഞിക്ക് വേണ്ടി പൊടിയരിയായിട്ടാണ്. അതെ, പൊടി കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രാസവസ്തുക്കളൊന്നും അടിക്കാതെ ഉണ്ടാക്കുന്ന നെല്ല് കുത്തരിക്ക് ലൈഫില്ല. അതായത് ഞാൻ ഉണ്ടാക്കുന്ന നെല്ല് കുത്തരി ഒരു തവിടോട് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ തവിടുള്ള അരി കൊടുക്കണമെങ്കിൽ എന്ത് വേണം, സാധാരണ മില്ലിന്ന് ഇത് കുത്താൻ പാടില്ല, സാധാരണ മില്ലിന്ന് ഇത് കുത്താൻ പറ്റൂല. അപ്പോൾ ഒരു റബ്ബർ റോളർ വേണം, റബ്ബറൈസ്ഡ് റോളർ എന്ന് പറഞ്ഞ ഒരു മില്ലിൽ നിന്നാണ് ഈ നെല്ല് ക്ലിയർ ആയിട്ട് കുത്തും. സാധാരണ മില്ലിൽ കുത്തുമ്പോൾ അത് തവിടും പോവും, അതിൻ്റെ എല്ലാം പോവും, പൊട്ടും. ഇതാകുമ്പോൾ റബ്ബർ ഞെരുങ്ങി. അങ്ങനെ 4.5 ലക്ഷം രൂപയാണ്, ആത്മയാണ് അത് കൃഷിഭവൻ്റെ. അങ്ങനെ കുറച്ച് ആൾക്കാരെ അത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊരു മില്ലിൻ്റെ പരിചയമുള്ള ഒരാളോടായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എടുക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ അയാളെ മില്ല് ഇത് സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നെല്ല് കുത്താൻ സന്ദർഭം കിട്ടി, തവിടില്ലാതെ. അപ്പോൾ തവിടുള്ള അരി കഴിക്കണമെങ്കിൽ എന്ത് വേണോ, ഓർഗാനിക് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും റേഷൻ അരി, വെളുത്ത അരി കിട്ടാൻ കാരണം എന്താ, തവിടുള്ള അരി കഴിക്കാൻ പറ്റൂല. തവിടുള്ള അരി ഓർഗാനിക് ആണെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റൂ. അപ്പോൾ തവിടെണ്ണ പോലെ തവിടെണ്ണയിലൊക്കെ കുറേ വിഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, തവിട് ഉണ്ടാക്കണമെങ്കിൽ, തവിടുള്ള അരി കഴിപ്പിക്കണമെങ്കിൽ ഒരു 60-65% ഓർഗാനിക് ആവണം. അപ്പോൾ നെല്ലിൽ കതിരിൽ മരുന്നടിക്കാതെ നെല്ലുണ്ടാക്കി. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 70-74% വരെ നമ്മളത് ഓർഗാനിക്കാണ്. അപ്പോൾ ഞാൻ സന്തോഷവാനാണ് ആ കാര്യത്തിൽ. ഇപ്പോൾ കുറേ ആളുകൾക്ക്, എനിക്ക് ഈ ഒരു 130ഓളം നെല്ലുള്ള ഒരാളുണ്ട്, ജയകൃഷ്ണേട്ടൻ, ഒരു ചാത്തമംഗലം. അയാൾ ഇതേപോലെ ആരും അത്ര പ്രശസ്തി ഇല്ല, കാരണം മൂപ്പര് പ്രത്യേക ടൈപ്പാണ്. എവിടുന്നും ആരോടും കൃഷിഭവനിൽ പോയിട്ട് കെഞ്ചി വാങ്ങുക അങ്ങനെയൊന്നുമില്ല. സബ്സിഡി വാങ്ങുന്ന ആളല്ല, മൂപ്പര് ജെനുവലായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാളെ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് പരിചയം. പക്ഷേ മൂപ്പര് അമേരിക്കൻ എന്താ പറയുക, ഒരു
എന്താ ഒരു ഇതിലൊക്കെ വന്ന ഒരാളാണ്. കാരണം അത്രയും നല്ല രീതിയിൽ കൃഷി ഓർഗാനിക് ചെയ്യുന്നുണ്ട്. അയാളെ നെല്ലാണ് ഞാൻ എടുക്കുക. നെല്ലെടുക്കുകയും ചെയ്യും, അരി എടുക്കുകയും ചെയ്യും. എത്ര ഏക്കറിലായിരിക്കും കൃഷി ചെയ്യുന്നത്? ഇപ്പം മൂപ്പരോടെ 20 ഏക്കർ വരെ വയനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓ, നല്ല രീതിയിൽ. അപ്പോൾ ഈ ജയകൃഷ്ണേട്ടൻ എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ കാരണം ഞാൻ ഈ പിന്നെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ വിൽപ്പന ഉണ്ട് എനിക്ക്. അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ ഡ്രമ്മ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ? അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ നെല്ല് പുഴുങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയത് അതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ നോക്കുമ്പോൾ അത് നെല്ല് പുഴുങ്ങണമെങ്കിൽ ആവി തിളച്ചൊക്കെ വരണ്ടേ, എത്രയോ 10,000 രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞു. ഞാനത് എനിക്ക് തരുമോയെന്ന് ചോദിച്ചപ്പോൾ നീ വെറുതെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഡ്രമ്മും എടുത്ത് എൻ്റെ ഗുഡ്സിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അത് ഞാനൊന്ന് സെറ്റാക്കി മീൻസ് അതായത് ഒരു സ്റ്റൂളെടുത്ത് അതിലിറക്കി, ഇരുമ്പിൻ്റെ സ്റ്റൂളെടുത്ത് അതിലിറക്കി വെച്ചിട്ട് കുറേ ഹോളിട്ട് അടിയിലൊരു പോർഷനാക്കി, ഒരു 50 ലിറ്റർ വെള്ളം, പിന്നെ ഒരു 150 കിലോ നെല്ല്, എന്നിട്ട് നമ്മൾ അടിയിൽ വെള്ളം തിളപ്പിക്കും. അപ്പോൾ ആവിയിൽ എൻ്റെ നെല്ല് പുഴുങ്ങി വരും. അപ്പോൾ ഞാൻ മുകളിലൊരു കമ്പിയൊക്കെ വെച്ച് നല്ല നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ പപ്പടമൊക്കെ ഒട്ടിച്ച് ഇത് സ്റ്റീമാക്കി ഒരു കേബിളൊക്കെ എടുത്ത് കെട്ടി അടിയിൽ നല്ലപോലെ തിളപ്പിച്ച് എനിക്ക് ഇതിൻ്റെ പാകമൊന്നും അറിയില്ല. പക്ഷെ ഒരു 100 തേങ്ങ ചേരി കത്തുന്ന സമയം ഇത് പാകമായി. അപ്പോഴത്തേക്ക് ഈ വെള്ളം പറ്റി. അപ്പം മഴ വന്ന് അപ്പം ഞാൻ അന്ന് എന്ത് ചെയ്ത് തുറന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭാഗ്യമായി. ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിറ്റേന്നായപ്പോഴത്തേക്ക് എൻ്റെ നെല്ല് ഏകദേശം പുഴുങ്ങി ഉണങ്ങി. അടിയിൽ കുറേ ചോറായിപ്പോയി, കാരണം ഓവർ ചൂട് വന്നപ്പോൾ. അത് പിന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രം എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് ഈ പിന്നെ ജയകൃഷ്ണേട്ടൻ അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ മൂപ്പര് ഇത് തിരക്കേടില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് ഒന്നുകൂടി ടെക്നോളജി മാറ്റി, നടുക്കൂടെ ഒരു പൈപ്പൊക്കെ കൊടുത്ത് കുറേ ഹോള് കൊടുത്ത്, അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ആവി. അപ്പോൾ എൻ്റെ സ്വന്തം ഐഡിയക്ക് ഞാൻ വെൽഡിങ് ചെയ്ത് ഒക്കെ റെഡിയാക്കി. ഏതായാലും ജയകൃഷ്ണേട്ടന് വലിയ കാര്യമായി. അപ്പോൾ മൂപ്പരും അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് അയാൾ പുഴുങ്ങി. അങ്ങനെ ഞങ്ങൾ കണക്ഷനായി. ഇപ്പോഴും അയാളെ ബ്ലാക്ക് റൈസ്, നവര, പിന്നെ അങ്ങനെ പാൽത്തൊണ്ടി, അതുപോലെ വെള്ളത്തവിട് ഒക്കെ ജയകൃഷ്ണേട്ടനാണ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് വിശ്വസ്തനായ ഒരാളെ കിട്ടി. അയാളുടെ അടുത്ത് നിന്ന് എനിക്ക് അരി വാങ്ങും, ഇത്ര ശതമാനത്തിൽ ഞാൻ കൊടുക്കും, എനിക്ക് കുറച്ച് തരും, വില കുറച്ച് തരും. ഇതിനൊക്കെ ചേട്ടൻ്റെ കുടുംബം കൂടെ സഹായിക്കാറുണ്ട്? കുടുംബം, എൻ്റെ ഭാര്യ, പിന്നെ അതായത് ഭാര്യ വീട്ടുകാരും ഇതേപോലെ ഒരു ബിസിനസ് ചെയ്ത ആൾക്കാരാണ്. ബിസിനസ് മീൻസ് അവർ പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ അവരെ വീട്ടിൻ്റെ അടുത്ത് ചെറിയ ഒരു കടയുണ്ട്. അവർ വെള്ളനൂരാണ് അവർ. അപ്പോൾ ചെറിയൊരു ഷട്ടറിട്ട ചെറിയൊരു കട. ആ പിന്നെ എന്താ പറയുക, വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. അവിടെ കൂടുതലും അവിടുത്തെ കച്ചവടം ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നണ്ട, ഈ ഉണ്ട ശർക്കരയാണ് അവിടെ. കാരണം പിന്നെ പഴയ ആൾക്കാരല്ലേ. ഈ ഉണ്ട ശർക്കര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ചാരായം ഉണ്ടാക്കാനാണ് അത് കൊണ്ടുപോകുന്നത്. അതാണ് വലിയ കച്ചവടം അന്നത്തെ. അങ്ങനെ ആ കാലത്ത് കച്ചവടം ചെയ്ത ഫാമിലിയാണ് എൻ്റെ ഭാര്യേൻ്റെ വീട്ടുകാർ, അവരെ പാപ്പനും. അപ്പോൾ അവരൊക്കെ പൊട്ടിയതാണ്. എന്താ പൊട്ടാൻ കാരണം, ഈ ശർക്കര വാങ്ങിക്കൊണ്ടുപോയിട്ട് നാടൻ ചാരായം കിട്ടി വിറ്റെങ്കിൽ മാത്രം ശർക്കരയ്ക്ക് പൈസ കിട്ടുള്ളൂ. അങ്ങനെ അരിയൊക്കെ അങ്ങനെ പൊട്ടി. ഇതാണ് അവരെ ബിസിനസ്. അപ്പം ഞാനിത് റെഡിയാക്കി വന്നപ്പോൾ ഇവർ അവരെ ചേച്ചിമാരൊക്കെ പിന്നെ അവരുടെ ചേച്ചിക്ക് ഒരു കച്ചവടം ഉണ്ടായിരുന്നു, മസാലക്കട. ഇതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഈ പൊട്ടിപ്പോവാൻ കാരണം നമ്മളിങ്ങനെ പുതിയ മേഖലയിലേക്ക് മാറാത്തത് കൊണ്ടാണ്. ഇപ്പം കെൽട്രോൺ പോലത്തെ, നോക്കിയ, അങ്ങനെ ഒക്കെ ഓരോ സംഭവങ്ങൾ അപ്ഡേറ്റ് ആവായിട്ട് സംഭവിച്ചൊക്കെ കേൾക്കാറുണ്ട്. മറ്റു മൊബൈല് ഇത് നോക്കിയക്ക് ശേഷം ആൻഡ്രോയിഡ് ഫോൺ വന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ അങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ട്. പക്ഷെ പൈസയും അന്ന് കുറവാണ്. അങ്ങനെ ഏതായാലും അവർ എനിക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല. തുടങ്ങി വിജയിച്ചാൽ എൻ്റെ കൂടെ കൂടാം എന്നുള്ളതാണ്. ഇനി എൻ്റെ സുഹൃത്തുക്കളായാലും വേണ്ടില്ല, എൻ്റെ വീട്ടുകാരായാലും വേണ്ടില്ല. ഇനി ഞാനിപ്പോൾ ഒരാളോട് ബിസിനസ് ചെയ്യാൻ പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു തെറ്റുമില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം പിന്നെ ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ പാട്ട് പാടിയ ആളാണ്. ഡ്രൈവിങ്, മണൽ കച്ചവടം, മണലൊക്കെ നമ്മൾ മാഫിയ പോലെ നടത്തിയ ഒരാളാണ്. ഗവൺമെൻറ്റിലേക്കൊക്കെ കിട്ടിയതിൻ്റെ പകുതി പൈസ ഞാൻ
ഫൈനായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കി എല്ലാ മേഖലയിലും കൈവച്ച് ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ പിന്നെ റെയ്ഡൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ പണി നിർത്തി ഗുണ്ടാ ലിസ്റ്റിലേക്ക് വരും ഒക്കെ പറഞ്ഞു. ഗുണ്ടാ ലിസ്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ പണി നിർത്തിയപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് 7 ലക്ഷം രൂപ ഉണ്ട്. അത് ഒരു CI ആണ് എന്നോട് പറഞ്ഞു തരുന്നത്. കാരണം അവരെന്നെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച്, ഞാനൊരു പ്രശ്നക്കാരനൊന്നല്ല, പക്ഷേ എൻ്റെ കൂടെ എനിക്ക് അങ്ങനെ തോന്നിയതും അല്ല, അതായത് ഒരു ഗുണ്ടകളെ കൊണ്ടു നടക്കുന്ന ഒരാളൊന്നല്ല. പക്ഷേ ഈ മണലിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. അത് കൈമറിഞ്ഞ് ഇപ്പോൾ 3000 രൂപയ്ക്ക് ഞാൻ വാങ്ങുന്ന മണൽ 15000 രൂപയ്ക്കൊക്കെ ഞാൻ വിറ്റിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ചങ്ക് പടയ്ക്കും. കാരണം എന്താ വെച്ചാൽ അത് 8ാമത്തെ കൈയാണ്, മനസ്സിലായി. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതായാലും അതൊക്കെ ഞാൻ അവസാനിപ്പിച്ച് ഒരു നിലവിൽ ഇപ്പോൾ ഒരു ലോറി എൻ്റെത് പിന്നെ കോടതി കിടക്കുന്നുണ്ട്. ഒരു 4 ലക്ഷം രൂപ വിലയുള്ളൊരു സാധനം അവിടെ കിടക്കുക. അതിൻ്റെ മുന്നാലും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഈ 7 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ നിൽക്കുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ ഒരു ലോറി കയറി, ടാങ്കർ ലോറി, കുടിവെള്ള വിതരണം. അങ്ങനെ ഡ്രൈവറായി പണിയെടുത്ത് നോക്കുമ്പോൾ ഒരു ദിവസം 1000 രൂപ എനിക്ക് കൂലി കിട്ടും. അപ്പോൾ വലിയ തെറ്റൊന്നുമില്ല, വണ്ടി ഇങ്ങനെ ഓട്ടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ സ്വന്തം തുടങ്ങാൻ വേണ്ടി എൻ്റെ അടുത്ത് ചെറിയ നിസാനായിരുന്നു. അത് ഞാൻ 2000-ൻ്റെ 2 ടാങ്ക് വെച്ച് 4000 ലിറ്റർ ആണ് അടിക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു 50 ലോഡോളം വെള്ളം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു വലിയ ടാങ്കറാക്കി എനിക്കൊരു 5 ട്രിപ്പ് അടിച്ചാൽ മതിയല്ലോ, സിമ്പിൾ പണി തീർക്കാമെന്ന് കരുതി ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുക ചെയ്ത്. അപ്പോൾ വഴിയിൽ ടാങ്കർ ലോറി കിടക്കുന്നത് കണ്ട്, ചാലക്കുടി. അപ്പോൾ അങ്കമാലി ഞാൻ ഇറങ്ങി ഒരു ടാങ്കർ ലോറി കണ്ട് അപ്പം തന്നെ വില പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ ഞാൻ വെള്ളം വിതരണം ചെയ്യാൻ പോയി. നല്ല രീതിയിൽ അത് ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് KMCT മെഡിക്കൽ കോളേജിലേക്കാണ് വെള്ളം ഞാൻ വിതരണം ചെയ്തത്. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടീൻ്റെ അടുത്തു നിന്നാണ് ഞാൻ വെള്ളം എടുത്തത്. അയാൾക്ക് 100 രൂപ കൊടുക്കണം ഒരു ലോഡ് വെള്ളത്തിന്. അങ്ങനെ 10 എടുക്കുമ്പോൾ 1000 രൂപയായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഭാര്യ വീട് വെള്ളന്നൂരാണ്. ഇഷ്ടം പോലെ വെള്ളമുള്ള പുഴയുള്ള ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ അവരെ വീട്ടിൻ്റെ അടുത്തൊരു കിണർ സെറ്റാക്കി ഒരു മോട്ടറൊക്കെ വെച്ച് ആദ്യം അതിനൊരു ലൈസൻസ് എടുത്ത് കുടിവെള്ള വിതരണം സ്കൂളുകൾക്കും കോളേജുകൾക്കും വെറുതെ കൊടുക്കും. അതെന്തിനാ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാനും പാടില്ല, കല്യാണ ആവശ്യത്തിന് വെറുതെ കൊടുക്കും, സേവനമായി നമുക്കൊരു വരുമാനമായി. അങ്ങനെ പ്രശ്നം ഉണ്ടാവരുതല്ലോ. അപ്പം അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മൾ ദിവസം 10 ലോഡ് വെള്ളം അടിക്കുമ്പോൾ അവർക്കറിയാം നമ്മൾക്ക് എത്ര രൂപ കിട്ടുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം പ്രയാസം വന്ന ഏതായാലും ഞാൻ നല്ല നിലയ്ക്ക് എത്തി. ആ ടാങ്കർ ലോറി 6 ലോറിയിലേക്ക് ഞാൻ മാറി. ഒരു ദിവസം 100ഓളം ട്രിപ്പ് അടിക്കുന്ന ഒരു സെറ്റപ്പിൽ ഞാൻ എത്തിയപ്പോൾ ഞാനൊരു പാർട്ട്ണറെ കൂട്ടി. പാർട്ട്ണർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് അയാൾ വേറൊരു പാർട്ട്ണറെ കൂടി കൂട്ടിയപ്പം അതെന്ത് സംഭവിച്ചു? ഫ്ലോപ്പല്ല. എനിക്ക് നെല്ലുകുത്തരിയും എൻ്റെ മല്ലിയും മുളകും അവിടെ ഒപ്പം കൊടുക്കാൻ പറ്റാതെയാവാണ് ടാങ്കർ ലോറിയിലേക്ക് മാറിയപ്പോൾ. എനിക്ക് വെള്ളത്തിലുപരി എന്ത് വേണം? ഈ മഞ്ഞൾ നല്ലത് കൊടുക്കണം, മല്ലി കൊടുക്കണം, മുളക് കൊടുക്കണം, വെളിച്ചെണ്ണ കൊടുക്കണം. അത് എൻ്റെ വേറൊരു തലത്തിൽ നിൽക്കുകയാണല്ലോ. പിന്നെ ഈ കുപ്പി ഇത്രയും വെള്ളം 12000 ലിറ്റർ ഞാൻ 2000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അത് ഒരു 10000 കുപ്പിയിലാക്കിയാൽ 10000 രൂപയ്ക്ക് വിറ്റൂടെ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ പോലെ. അതാണ് അങ്ങനെ ഞാൻ ചിന്തിച്ച് വെള്ളം കുപ്പിയിലാക്കാൻ പോയപ്പോൾ അതൊരു വലിയ ഒരു സിസ്റ്റമാണ്. വെള്ളം കുപ്പിയിലാക്കുന്ന പണി അത് അത്ര എന്താ പറയുക, നമ്മൾ വിചാരിച്ച രീതിക്കുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ശുദ്ധത നന്നാക്കിയാൽ ലാഭമല്ല. അങ്ങനെ ഒരു പഠിത്തം കൂടി എനിക്ക് മനസ്സിലായി. അതുണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതാണ് ഭൂഗർഭജലാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ ഞാൻ കുറച്ച് പഠിക്കാൻ പോയി. ഇതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ദൂരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു അൽദിന എന്നാണ് എൻ്റെ കമ്പനീൻ്റെ പേര്, അൽദിന. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ അൽദിന എന്നൊക്കെ ചോദിക്കും. അതിനൊരു നല്ലൊരു നിർവചനമുണ്ട്. ഈ അൽദിനയിലാണ് ഇതിൻ്റെ ലൈസൻസ് ഒക്കെ ഉള്ളത്, വെള്ളത്തിൻ്റെ. അപ്പോൾ അത് എൻ്റെ ഏറ്റവും അടുത്ത ആള് എൻ്റെ പാർട്ട്ണർ ആയതുകൊണ്ട് അത് എല്ലാം അൽദിനയ്ക്ക് കേസ് വരെ
വന്ന് സെയിൽ ടാക്സ് പ്രശ്നമായി, പട്ടിണി കിടന്നും കൊണ്ട് സെയിൽ ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ വന്നു. കാരണം ഞാൻ അന്നപ്പോഴേക്ക് പൊട്ടിപ്പോയി. ഞാനൊരു 3600 റുപ്യ ടാക്സ് അടയ്ക്കാൻ എനിക്ക് നോട്ടീസ് വരുമ്പോൾ അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ നെല്ലുകുത്തരീൻ്റെ പൊടിയാണ് ഞാൻ കഴിക്കുന്നത്. കാരണം കുറച്ച് അധികം ഞാൻ പ്രയാസത്തിലായിപ്പോയി. അങ്ങനെ ഏതായാലും അവിടുന്ന് ഞാൻ കരകയറി അത് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. മാറുമ്പോഴത്തേക്കും എൻ്റെ അൽദിന ബാങ്ക് ലോണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്തായി, ഞാൻ സിബിലുള്ള ആളായി മാറി. അപ്പോൾ പിന്നെ എനിക്ക് എവിടുന്നും ലോണൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ കച്ചവടം പഠിച്ചപ്പോഴത്തേക്കും ഞാൻ എന്തായി, ഫ്ലോപ്പായി പോയി. പിന്നെ എനിക്ക് പൈസയൊന്നുമില്ല, പിന്നെ എനിക്ക് പൈസയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, പൈസയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂല, അങ്ങനെ ആൾക്കാർ പൈസ തരൂല. അങ്ങനെ വലിയ നിലയിലേക്ക് പോയിട്ട് ഞാൻ പെട്ടെന്ന് താഴേക്ക് വന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എനിക്ക് 5 ലക്ഷം രൂപ അനുവദിക്കാൻ കാരണം 68 ലക്ഷം രൂപ എനിക്ക് ടേൺ ഓവർ ഉണ്ടായി. ടേൺ ഓവർ ഉണ്ടായപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ ഇതിൻ്റെ മുദ്രാ ലോണിൽ കൂടെ 2 ലക്ഷം തന്ന് അത് 5ആയി മാറി. പിന്നെ അതൊരു 40 ലക്ഷം രൂപ ബാങ്ക് എനിക്ക് തരാൻ വേണ്ടി വന്ന് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഇതിൻ്റെ സ്ഥാപനം അൽദിന ഹോം മെയ്ഡ് എന്ന, അതായത് വീട്ടിൽ നിന്നും നിർമ്മിക്കുന്നത് അല്ലെ നാട്ടിൽ കൂടെ നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ ഞാൻ ചിന്തിച്ചത്. അപ്പോൾ വീട്ടിലേക്ക് ലോൺ തരാൻ 68 ലക്ഷം രൂപ ടേൺ ഓവർ ഉള്ള ആളെ ആ ബാങ്കിൻ്റെ മാനേജറോ സോണൽ മാനേജറോ കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരുമ്പം പൊതുവേ അന്ന് പൈസയൊക്കെ നിരോധിച്ച സമയത്താണ്. അപ്പോൾ ഞാനും അമ്മയും പെങ്ങളും ഏട്ടനല്ല അനിയനും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ബിസിനസ് വലിയ പഴയ കുടുംബമല്ലേ, വലിയ വിവരമൊന്നുമില്ലാത്ത അമ്മ പാവപ്പെട്ട ഒരു അമ്മയാണ്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് ഞാൻ ഉണ്ട് എന്ന് അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട്. നെല്ലുത്തരിയൊക്കെ നല്ലോണം കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ. അപ്പം നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നത്. ഈ ചീത്ത പറയുന്നത് മാത്രം എൻ്റെ അമ്മ കേൾക്കുകയും ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാരോട് അമ്മ നല്ല രീതിയിൽ സംസാരിക്കാത്തത് കൊണ്ട് അവർ പോവുക ചെയ്ത്. അപ്പം ഞാൻ പറയാം, ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് എൻ്റെ അമ്മയും അനിയനും പെങ്ങളും അടങ്ങുന്ന ഒരു ഘടകമാണ്. അത് അവരന്ന് കുടുംബത്തിൻ്റെ ഫുൾ സപ്പോർട്ടാണെന്ന് നമ്മൾ പറയുമെങ്കിലും സപ്പോർട്ടല്ല. ഞാൻ അതോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുക ചെയ്ത്. അത് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഞാൻ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ നമ്മളെന്ത് സംഭവിച്ചു, ഞാൻ പോവുകയാണെന്ന് അമ്മേനോട് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയ എൻ്റെ അമ്മ എൻ്റെ കുട്ടികളെ അവിടെ പിടിച്ചു വെക്കുന്ന. പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ഒരു പിക്കപ്പിൽ കയറി എൻ്റെ ഭാര്യേനെയും കുട്ടീനെയും പിക്കപ്പിൽ കയറി ഞാൻ വീട് തരിക ചെയ്യുന്നത്. അങ്ങനെ ഞാൻ യാത്രയാവുകയാണ്. അങ്ങനെ അത്തോളി എന്ന സ്ഥലത്ത് അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലിയുണ്ട്. അവിടെ ഞാൻ കുറച്ചു കാലം സെറ്റായി. അവിടുന്ന് പിന്നെ ഞാൻ ഒരാളൊക്കെ പരിചയപ്പെടുക, കുറച്ച് നെല്ല്. അപ്പം അതൊരു ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞ് കുറേ നെല്ലുണ്ട് ഇവിടെ, ആർക്കും വേണ്ട. ഞാൻ മാഷ് പശുവൊക്കെ ഉണ്ട്. അപ്പം പശു ചാണകമൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് 20 രൂപയ്ക്ക് 1 കിലോ നെല്ല് 20 രൂപയ്ക്ക് എടുത്ത് ഞാനത് കുത്തി. അങ്ങനെ 300 കിലോയോളം നെല്ലുണ്ടേനി. ഞാനത് കുത്തി 60 രൂപയ്ക്ക് വിറ്റ്. അപ്പോൾ 1 കിലോ നെല്ല് 600 ഗ്രാമാണ് ഉണ്ടാവുക. 20 രൂപയ്ക്ക് എടുക്കുന്ന സാധനം 600 ഗ്രാമായി മാറും. എങ്ങനെയായാലും എനിക്കൊരു 10-25 റുപ്യ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ കുറേ ആളുകൾ, ഞാൻ പുതിയതായിട്ട് താമസത്തിൽ ചെന്നതുകൊണ്ട് എൻ്റെ ബിസിനസ് ഇതാണ് പറഞ്ഞാൽ അടുത്തുള്ള ആളുകളൊക്കെ എൻ്റെ നെല്ലുത്തേരി വാങ്ങി തുടങ്ങി. അപ്പോൾ നെല്ലുത്തേരി വാങ്ങിയപ്പം 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഈ അരി കേടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഇതിങ്ങനെ? അപ്പോഴാണ് മനസ്സിലായത് നല്ല അരി വേഗം കേടാവും. അപ്പം അത് ഞാൻ പൊടിച്ചാണ് കൊടുത്തത്, കുറിയരി. അപ്പം കുറിയരി ആക്കിയാൽ അത് പൊടിയായിപ്പോവും. അപ്പം തവിടോട് കൂടി നല്ല പാത്രത്തിൽ സൂക്ഷിച്ചാൽ അത് 1 വർഷം വരെ കേടാവില്ല. അതൊരു പഠനം എനിക്ക് കിട്ടി. ഞാനിപ്പോൾ നല്ല പാക്കറ്റിലാക്കി അൽദിന നെല്ലുകുത്തരി, പുഴുങ്ങിയത് എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ വില ഞാൻ അറിയുന്നത്, എൻ്റെ സാധനം ഒരു പാർട്ടി വാങ്ങി 60 റുപ്യക്ക് ഞാൻ ഹോൾസെയിൽ കൊടുക്കും, വീട്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് 50 രൂപയ്ക്ക് ഹോൾസെയിൽ കൊടുത്ത്
ഇയാൾ അത് വിൽക്കുന്നത് 120 രൂപയ്ക്കാണ്. അയാളെ അപ്പോൾ ചിത്രം മാറി, അയാളെ കുത്തനെ നിൽക്കുന്ന ഒരു കവറായി, ഓർഗാനിക് സർട്ടിഫൈഡായി. അപ്പോൾ അതിൻ്റെ വില 120 രൂപ MRP. അപ്പോൾ 70 രൂപ ലാഭത്തിനാണ് വിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ സാധനത്തിൻ്റെ മൂല്യം. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനും ആ കവറ് അത്ര കുത്തനെ നിന്നില്ലെങ്കിലും ഞാൻ ഒന്നുകൂടി കട്ടി കൂട്ടി നന്നാക്കി ലേബൽ മാറ്റി, ലേബലൊക്കെ മാറ്റി. അപ്പോൾ ലേബലൊക്കെ മാറ്റി ഒന്നുകൂടെ പരിഷ്കരിച്ച് കൊടുത്ത്. അപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടി എന്താ വെച്ചാൽ, ഈ നെല്ല് കുത്തരി ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ പിന്നീട് അറിയുന്നത് ദിനേശൻ ആരാ, എൻ്റെ അൽഡിന കണ്ടിട്ടാണ് ഇവർ വാങ്ങിയത്. ചില ആളുകൾ, എന്നെ പരിചയമുള്ള കുറേ ആൾക്കാർ എൻ്റെ നാട്ടിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞുതരാം. നെല്ലുകുത്തരി വാങ്ങി ഉപയോഗിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല നെല്ലുകുത്തരി കേട്ടോ. അപ്പോൾ ഞാൻ നേരിട്ട് കൊടുക്കലേനി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് ഓൺലൈനിലാക്കി മാറ്റി. അതായത് പീടികയിൽ ഒരു പാക്കറ്റ് വെക്കും, ഏത് കടയിലും ഒരു പാക്കറ്റ് വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെന്താ ഒരു പാക്കറ്റ് വിൽക്കാൻ പറ്റൂല, ഇയാൾ നിങ്ങൾക്ക് വീട്ടിൽ തരും എന്ന് പറഞ്ഞു. നെല്ലുകുത്തരി അൽദിന തവിടോട് കൂടിയ പച്ചരി ഇത്ര രൂപ, ഒന്നുകൂടി ഡിസൈനൊക്കെ ചെയ്ത്. അപ്പോൾ അത് സാറിപ്പം അത് വാങ്ങുകയാണെങ്കിൽ കടക്കാരൻ തരൂല. കാരണം എന്തുകൊണ്ട്, അത് 10 എണ്ണം വെക്കണം അല്ലെങ്കിൽ, എന്നിട്ട് അത് ഓന് 8 എണ്ണം ഡാമേജാണ്, 2 എണ്ണം അയാൾ വിൽക്കുക. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലായി, അവൻ്റെ കള്ളി നിറയ്ക്കുന്നതല്ല എൻ്റെ സാധനം മനസ്സിലായപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് വെക്കും. എന്നിട്ട് ആ അഡ്രസ്സും നമ്പറും തരാൻ പറയും. അപ്പോൾ ഞാനത് വീട്ടിൽ കൊടുക്കും. വീട്ടിൽ തരുമ്പം എൻ്റെ അടുത്ത് എൻ്റെ വണ്ടിയിൽ കുറേ സാധനങ്ങളുണ്ടാവും, വെളിച്ചെണ്ണ, മല്ലി, മുളക്, മഞ്ഞൾ. അപ്പോൾ അതും കൂടി സെയിൽ ചെയ്യും. അപ്പോൾ ഒരു 300 രൂപ എനിക്കൊരു വീട്ടിൽ നിന്ന് എന്തായാലും കിട്ടും. അതാണ് എൻ്റെ ഹോം ഡെലിവറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ എടുക്കും, അങ്ങനെ ചക്ക, അങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ടും എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ അഹങ്കാരിയായി. സത്യത്തിൽ ഒരു ഗമ കൂടിയപ്പോൾ ഒരു വീട്ടിൽ ചെന്ന്, ഇത് എവിടുന്നാണ്, ഞാൻ തന്നെയാണ്. നീ എങ്ങനെ ഇതുണ്ടാക്കുന്നത്, നീ വിശാലേൻ്റെ മോനല്ലേ ചോദിച്ചു. അതേ അറിഞ്ഞു. എന്നാലേ വിശാലയൊക്കെ എൻ്റെ അവിടെ നെല്ല് കൊയ്തിട്ടുണ്ട് കാരണം. ഞാൻ പറഞ്ഞു എനിക്കറിയാറുണ്ട്. ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ഈ ചേച്ചീൻ്റെ വീട്ടിൽ നെല്ല് കൊയ്യാൻ അമ്മേൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏത് ആ വിശാല എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ മകന് ഇങ്ങനെ നെല്ല്, എവിടെയും കിട്ടാത്ത നെല്ല് കുത്തരി എൻ്റെ, ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ആ ബാച്ച് അവരെ അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തപ്പോൾ അമ്മയ്ക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. പക്ഷെ അതുവരെയും കൊടുത്ത അരി അത് തന്നെയാണ്. പക്ഷെ പാക്കറ്റ് മാത്രം മാറിയതാണ്. അപ്പോൾ ഇത് വന്നില്ലേ, പ്രളയം വന്ന സമയത്താണ് ഞാൻ ഈ നെല്ല് കുത്തരി വീട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ചേച്ചി എന്നോട് ആദ്യം ചോദിക്കുന്നത്, ഇത്രയും ലോകം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ നിനക്കെങ്ങനെയാണ് നെല്ല് കിട്ടിയത്? അപ്പോൾ സത്യത്തിൽ അതെന്താ കരുതിയേ, ഞാൻ എവിടുന്നോ മുങ്ങിയ നെല്ലൊക്കെ കൊണ്ടുവന്ന്. കാരണം എന്നെ അവരറിയുന്നത് ഒരു മണൽ വണ്ടിയിൽ, അല്ലെ അവിടെ ഒരു ടാക്സിയിൽ, അങ്ങനെയൊക്കെയുള്ള ആൾ. ഞാൻ പെട്ടെന്നൊരു ബിസിനസ്സിലേക്ക് മാറുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അതവിടെ നിന്നോട്ടെ, എനിക്ക് വേറൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സാധനം തിരിച്ചെടുക്കും, നഷ്ടം തരും, എത്ര രൂപയാണോ അത് തിരിച്ചു തരും. പക്ഷേ പിന്നീട് സാറേ എനിക്ക് എന്തോ അറിയില്ല, ആ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്നപ്പോഴേക്ക് എൻ്റെ ഈ സാധനം എന്തായി, ഭസ്മമായി പോകും. കാരണം അരി കേടായിപ്പോവും. അപ്പോൾ കേടായപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞു, ഇത് നല്ല നെല്ല് കുത്തരി തന്നെയാണ്, വെള്ളം നനഞ്ഞൊന്നല്ല, വെള്ളം നനഞ്ഞാണെ ഉണ്ട കെട്ടിപ്പോവാണെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ഒന്ന് പഠിക്കാനായി. എൻ്റെ ഒരു കസ്റ്റമർ എന്നെ പിണക്കിയാലും നനഞ്ഞ അരി ഉണ്ട കെട്ടുകയാണ് ചെയ്യുക, പൊടിയൂല. അത് ഞാൻ പഠിച്ച് പാഠം കിട്ടി. അപ്പോൾ എനിക്കിപ്പോൾ ആ ചേച്ചീനോട് ഇഷ്ടം ബഹുമാനം തോന്നുന്നത്. അന്ന് എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കസ്റ്റമറാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരിക. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യത്തെ പൈസയൊക്കെ ഫ്ലോപ്പായി പോയല്ലോ. പിന്നെ ഞാൻ സിബിൽ സ്കോറിൻ്റെ ആളുമായി പോയി. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിക്കുന്നത് ഏറ്റവും വിലക്കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിർമ്മിക്കാമെന്നാണ്. അങ്ങനെ വിഷം ഇല്ലാതെ കൊടുക്കുകയും വേണമല്ലോ. അപ്പോൾ എനിക്ക് മഞ്ഞളിലെ കളറില്ലാന്ന് ഞാൻ നമ്മൾ ഫ്ലോറിലോട്ട് വന്നപ്പോഴത്തേക്ക് ക്യാമറ മണിച്ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, മഞ്ഞളിനെ കുറിച്ച്.
ഡീപ്പായിട്ട്. യെസ് അതന്നെ അതെങ്ങനെ അതെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ നമ്മൾ കളറ് ഇല്ലാതെ വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, വ്യവസായ കേന്ദ്രത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു ദിവസം എങ്ങനെയോ ഒന്ന് ഒരു നിമിത്താണല്ല അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ആ സാധ്യതയിൽ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സ്പൈസർ റിസർച്ച് സെൻറ്റർ എന്ന സ്ഥാപനമുണ്ട് മൂഴിക്കൽ, അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടും പറഞ്ഞു. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് നമ്പറൊക്കെ കിട്ടി, പക്ഷെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഞാനൊരു 10-15 ദിവസം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് അവിടെ ഉള്ളൊരു മാഡത്തിനെ ഫോണിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ മാഡം പറയും ചൊവ്വാഴ്ച രാവിലെ വിളിക്കാൻ. അപ്പോൾ 10 മണിക്ക് വിളിക്കാൻ പറയുമ്പോൾ ഞാനൊരു 9:55 വിളിക്കും. അപ്പോൾ പറയുക ബുധനാഴ്ച. അങ്ങനെ അവർ തിരക്കാണ്. അപ്പോൾ ഞാൻ കരുതി ഇവർ വെറുതെ പറയുകയാണോ, ഇങ്ങനെ ഒരു തിരക്കുണ്ടോ, എന്തായാലും വേണ്ടില്ല വിളിച്ച് കിട്ടുന്നവരെ വിളിച്ച് അവസാനം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നപ്പോൾ ഒരു ടാഗൊക്കെ തന്ന് ഞാൻ അവിടേക്ക് പോയി. പോകുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ നെല്ലുകുത്തരിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. ഈ 2 സാധനം കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ 2 കിലോ മഞ്ഞളുണ്ട്, കാരണം കളറില്ലാത്ത മഞ്ഞളാണ് എൻ്റെ അടുത്തുള്ളത്. അങ്ങനെ ഞാൻ അവിടെ മാഡത്തിനോട്, ജയശ്രീ മാഡത്തിൻ്റെ അടുത്ത് വന്ന്, മാഡം സർ എന്ന് പറഞ്ഞ എന്നെ നമ്മളെ എന്താ പറയുക റെസ്പെക്റ്റ് സംബോധന ചെയ്യാണ്, സംസാരിച്ച് ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കുകയാണ്. അങ്ങനെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ പറയുന്നു അതൊക്കെ ഇരുന്ന് കേട്ട്. അപ്പം എൻ്റെ ആശയം ഇതാണെന്ന് ഞാൻ പറഞ്ഞു, രാസവസ്തുരഹിത ഭക്ഷ്യവസ്തു നിർമ്മാണം. രാസവസ്തുക്കളില്ലാതെ മായം കലർത്താതെ കൊടുക്കാൻ പറ്റിയൊരു 3-4 വസ്തുക്കളാണ് മാഡം ഞാനിപ്പം കണ്ടത്. അതെനിക്ക് നിർമ്മിക്കണം. അപ്പോൾ എനിക്ക് പേരൊക്കെ ഉണ്ട്, ലൈസൻസ് ഉണ്ട്. ഞാൻ ലൈസൻസും എല്ലാം എൻ്റെ അടുത്തുണ്ട്. സ്വന്തം ഒരു എംബ്ലമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ നല്ല ഹൈടെക് സംഭവമാണ്, പക്ഷെ അതിലേക്ക് വരണം എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്ത് ലൈസൻസും എല്ലാം കാണിച്ചു കൊടുത്തു. മാഡത്തിന് ആദ്യമായിട്ടാണ് ലൈസൻസൊക്കെ ഉള്ള ഒരാൾ വരുന്നത്. എല്ലാവരും ഇങ്ങനെ കേട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് പോലെ എല്ലാവരും അവിടെ വരാറ്. എനിക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞത് ഇത്രയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ പഞ്ചായത്തിൽ, ബ്ലോക്കിൽ, മുനിസിപ്പാലിറ്റിയിൽ, ജില്ലയിൽ. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് എൻ്റെ മുളക് പൊടി കൊടുക്കണം, മഞ്ഞൾപ്പൊടി കൊടുക്കണം. ഗൾഫിലേക്കൊക്കെ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, നല്ലതാണെങ്കിൽ. ഇതേ എനിക്ക് ആവശ്യമുള്ളൂ മാഡം. അതാണ് മാഡത്തിന് ഇൻസ്പയർ ആയത്. ഇയാൾ ഈ നാട്ടിൽ കൂടെ കളിക്കുകയാണല്ലോ, എന്തായാലും എന്ന് കരുതി മാഡം എന്നെ എന്നാൽ വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു മില്ലിലേക്ക് കൊണ്ടുപോവുക ചെയ്ത്. ആ മില്ല് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. കാരണം ഞാൻ സ്വപ്നം കണ്ട മെഷീനറികളാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് 10 കിലോ മഞ്ഞൾ 10 മിനിറ്റ് കൊണ്ട് കഴുകിയെടുക്കാം. അത് വേറൊരു സ്ഥലത്തേക്ക് ഇട്ടാൽ 5 മിനിറ്റ് കൊണ്ട് അത് ക്രഷായി കിട്ടും. ഉണക്കണമെങ്കിൽ ഡ്രയറുണ്ട്. ആ മൊത്തത്തിൽ 1 കോടി രൂപയുടെ ഒരു ഫെസിലിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് 2 എണ്ണം കണ്ടപ്പം തന്നെ എനിക്ക് മതി. കഴുകാനുള്ളതും കിട്ടി, പൊടിക്കാനുള്ളതും കിട്ടി, ഉണക്കാനുള്ളതും എൻ്റെ ആവശ്യത്തിൽ അപ്പുറത്താണ് അതുള്ളത്. അപ്പോൾ അതോടുകൂടി ഞാൻ ആകെ തരുത്ത് നിൽക്കുമ്പോൾ മാഡം എന്താ ഇയാൾക്ക് പറ്റി, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു അരമണിക്കൂർ സംസാരിച്ചപ്പോൾ എന്നാൽ ശരി എന്താ വേണ്ടത് ചോദിച്ചാൽ ഞാൻ ആയിക്കോട്ടെ ഞാൻ വരാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇവിടുന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഞാൻ പോരുക ചെയ്ത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയാണ്, നാളെ ഇവിടെ ഒരു വാല്യൂ അഡീഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ജാതിക്കത്തൊണ്ടിൽ നിന്നും മൂല്യവർദ്ധിത വസ്തു നിർമ്മിക്കാം. ഞാൻ സ്പെഷ്യലായിട്ട് ഒരാളായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഭാഗത്ത് എവിടെയൊക്കെ കായംകുളമോ അവിടെയാണെന്ന് തോന്നുന്നു ഒരു സാറ് വന്ന് ജാതിക്കത്തൊണ്ടോണ്ട് മൂല്യവർദ്ധിത വസ്തു നിർമ്മിക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ജാതിക്കത്തൊണ്ട് ഒരു വിലയില്ലാത്ത ജാതിക്കത്തൊണ്ട്, കളയുന്ന ജാതിക്കത്തൊണ്ട് ചെത്തി നന്നാക്കി ജ്യൂസാക്കി, അത് സ്ക്വാഷ് ഉണ്ടാക്കി, ജാം ഉണ്ടാക്കി, ക്യാൻഡി ഉണ്ടാക്കി. ഇതിൻ്റെ സാമ്പിൾ സാറെടുത്തുണ്ട്, വൈന് വരെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് അന്ന് 500 രൂപയാകും പോലെ അവർ വിൽക്കുന്നത്. അപ്പോൾ ഇതിന് വില ഉണ്ടോ ചോദിച്ചപ്പോൾ ഈ റോ മെറ്റീരിയലിന് ഒരു വിലയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റോ മെറ്റീരിയലിന് വില ഇല്ലാതെ ആയതുകൊണ്ട് ഇത് എടുത്തിട്ട് ബിസിനസ് ചെയ്യാം എന്ന് കരുതി. അങ്ങനെ ഞാൻ ആ ബിസിനസ് അവിടുന്ന് പഠിക്കുക ചെയ്ത്. അവിടുന്ന് പഠിച്ച്, അവിടുന്ന് വാല്യൂ അഡീഷൻ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പഠിച്ച്, ഞാൻ തെറ്റില്ലാത്ത രീതിയിൽ പല പരീക്ഷണങ്ങൾ നടത്തി. ഇപ്പം ഞാൻ അവിടെ ഇൻക്യുബേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്.
അവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി, അങ്ങനെ കുറേ സാധനങ്ങൾ, മാങ്ങ ഇഞ്ചി, ഇപ്പോൾ ഞാൻ വൈകയിൽ വരെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി ഏതൊരാൾക്കും ബിസിനസ് ചെയ്യാം. നമ്മളിപ്പോൾ ഏതൊരു സാധാരണക്കാരനും ബിസിനസ് ചെയ്യാം. അത് വലിയ പൈസയൊന്നും മുടക്കിയിട്ട് ചെയ്യാതെ ഒരു തുടക്കം ചെറിയ ഒരു എമൗണ്ടിൽ തുടങ്ങി നല്ല നിലയിൽ എത്താം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദാഹരണം, ഞാൻ ലക്ഷക്കണക്കിന് രൂപ പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയ ആളാണ്. വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ 10-24 ലക്ഷം രൂപ നിലവിൽ കമ്പനി ബേസിൽ കടമൊക്കെ ഉള്ള ആളാണ് ഞാൻ. ഇപ്പോൾ അതെല്ലാം വീട്ടി ഞാനിപ്പം സ്ഥലം വാങ്ങി അങ്ങനെയൊക്കെ വീടും സംരംഭം തുടങ്ങാനുള്ള സെറ്റപ്പിലാണുള്ളത്. അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു സാധാരണക്കാരനും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പറയുന്നത്. പിന്നെ പെട്ടെന്നൊന്നും പൈസ ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. നല്ല എഫേർട്ട് എടുക്കണം, ജെന്യൂലായിരുന്നാൽ മതി. നല്ല രീതിക്ക് നമ്മൾ മത്സരിക്കാൻ പോവാതെ, ഇപ്പോൾ അപ്പുറത്ത് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിന് വില ഇട്ടിട്ട് ഇത്ര പെർസെൻറ്റേജ് ലാഭം എടുക്കുക, അതുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ എന്ന ഒരു രീതി അവലംബിക്കുക. പിന്നെ അതുപോലെ തന്നെ ലോണ് കിട്ടാൻ ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഒരു ഫുഡ് പ്രോസസ്സിങ് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന ഫോണിൽ തന്നെ അത് നമുക്ക് അപേക്ഷിക്കാം. ഇപ്പം പുതിയ നിയമം അങ്ങനെയാണ്. നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഓഫീസിൽ കയറി ഇറങ്ങാതെ തന്നെ നമുക്ക് ഇത് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊരാൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഒരു ബിസിനസ് തുടങ്ങണം. ഒരു വാഴപ്പിണ്ടി നീര്, നമ്മൾ വാഴക്കൊലയല്ല ഞാൻ വിൽക്കാറ്. നമ്മൾ അതിൻ്റെ വാഴപ്പിണ്ടി എന്ത് തന്നെ ആയാലും 600 രൂപയ്ക്ക് ഒരു വാഴപ്പിണ്ടി വിൽക്കാൻ പറ്റും. വാഴക്കൊലയ്ക്ക് അത്ര വില കിട്ടൂല. വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. പിന്നെ വാഴക്കൈ 1500ഓളം വാഴക്കൈ ഉണ്ടാവും ഒരു വാഴയ്ക്ക്, ഒരു കൊല വരാൻ. ആ വാഴക്കൈ എന്നും കളക്ട് ചെയ്താൽ മതി ഉണങ്ങുമ്പോൾ. എന്നിട്ട് അത് വെട്ടി നുറുക്കി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ചെയ്യുന്നത് മഷ്റൂം ഉണ്ടാക്കുന്ന മാധ്യമമായിട്ട് വിൽക്കുന്നുണ്ട്. 1 കിലോന് 20 രൂപ കിട്ടും. വാഴപ്പോള, അപ്പോൾ നമ്മൾ വൈകയിൽ കണ്ടത് വാഴപ്പോളയിൽ നിന്നും ബാഗ്, സാരി വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. അങ്ങനെ അത്രയ്ക്ക് വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു സാധ്യത ഉണ്ട്. എന്തായാലും ചേട്ടൻ്റെ ഈ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെച്ച് വളരെ നന്ദി. വളരെ നന്ദി.